ഹായ് എവരി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചായിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ ഇട്ടിട്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് ലേറ്റായി പോയത്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു വ്ളോഗുമായിട്ടാണ്. നമ്മൾ മറൈൻ അക്വേറിയം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ കണ്ടു നോക്കാം. അങ്ങനെ നമ്മളിതാ അക്വേറിയത്തിലെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കയറിയ ഉടനെ തന്നെ കാണാൻ പറ്റുന്നത് ഒരു കാർ അക്വേറിയമാണ്. നല്ല ഭംഗിയിൽ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു സിലിണ്ടർ അക്വേറിയം കൂടെ കാണുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ കാണുന്നത് ഈ ഒരു ഓട്ടോറിക്ഷ അക്വേറിയം. അങ്ങനെ ഓരോ തരത്തിൽ ഓരോ തീമിലാണ് ഇവർ ഈ അക്വേറിയങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ട് സൈഡിലായിട്ട് പലതരത്തിൽ നല്ല ഭംഗിയിലുള്ള ഫിഷുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ ആയിട്ടുള്ള വലിയ വലിയ ഫിഷുകളൊക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതിൽ ഫ്ലാഷ് അടിക്കാനൊന്നും അങ്ങനെ പറ്റില്ല. ചെറിയൊരു വെളിച്ചം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വെളിച്ചത്തിലെടുക്കുന്ന കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ആയതുകൊണ്ടാണ് ചിലതൊന്നും നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്ലാസ്സുമേൽ ഇങ്ങനെ ചാരി നിൽക്കാനോ തൊടാനൊക്കെ പറ്റില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ വിട്ട് നിന്നിട്ട് കാണാനൊക്കെ പറ്റുന്നുള്ളൂ. പിന്നെ നല്ല വില കൂടിയ ഒരു ടൈപ്പ് ഫിഷാണ് ഈ ഒരു കാണുന്നത്. ഇതിലായിട്ട് ഒരു 250 ഇനം മത്സ്യങ്ങൾ ഈ ഒരു അക്വേറിയത്തിലുണ്ട് കേട്ടോ. ഓരോ അക്വേറിയത്തിലായിട്ട് ഇതിന് മൊത്തം അതുപോലെ തന്നെ 15,000-ലധികം മത്സ്യങ്ങളും ഇതിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ഓരോ അക്വേറിയത്തിൻ്റെ അടുത്തും അതിലുള്ള ഫിഷുകളുടെ പേരും അതിൻ്റെ ഒറിജിനും ഒക്കെ എഴുതിയിട്ടുള്ളൊരു ബോർഡുണ്ട്. അപ്പോൾ നമുക്കത് വായിച്ചാൽ മനസ്സിലാവും ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള ഫിഷുകളാണെന്നുള്ളതൊക്കെ. ഇതിലിപ്പോൾ തിരണ്ടി, സ്റ്റാർ ഫിഷ്, അതുപോലെ കോഴിക്കാർപ്പ്, ഷാർക്ക്, ഈല്, ആരാപ്പൈമ, ക്രാബ്, കാറ്റ് ഫിഷസ്, പാരറ്റ് ഫിഷ്, അങ്ങനെ ഒരുപാട് ഗോൾഡ് ഫിഷ്, ഏഞ്ചൽ ഫിഷ്, പലതരത്തിലുള്ള ഫിഷുകളും ഓരോ അക്വേറിയങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഏകദേശം ഒരു 2.5-3 മണിക്കൂറോളം നടന്ന് കാണാനുള്ള അക്വേറിയങ്ങളുണ്ട് കേട്ടോ. ഓരോ തീമിലായിട്ടാണ് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു കാണുന്നത് ഒരു മത്സ്യകന്യകയുടെ ഒരു തീമായിട്ടാണ് ഈ ഒരു അക്വേറിയം കാണിച്ചിട്ടുള്ളത്. അങ്ങനെ പലതരത്തിലുള്ളതും കാണാം. ഇനിയിപ്പോൾ ഇതാ ഇതിൽ കാണുന്നത് ഒരു ഫിഷ് സ്പേ ആണ് കേട്ടോ. അവിടെ വലിയൊരു ഫിഷ് സ്പേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്നിട്ട് ആദ്യം ചെരുപ്പൊക്കെ ഊരി മാറ്റി വെച്ചതിന് ശേഷം ഇരുന്നിട്ടാണ് നമ്മളിതിലേക്ക് കാല് ഇറക്കി വെച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു കുറച്ച് സമയം നമുക്ക് എത്ര വേണമെങ്കിൽ ഇരിക്കാം. എന്നിട്ട് നമുക്കതൊക്കെ അവിടുന്ന് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് ആളുകളൊക്കെ ഇരുന്നിട്ട് കാല് സ്പാ ചെയ്യുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾക്ക് എന്താ പറയുക, ടീ സ്പോട്ടും അതുപോലെ കൂൾ ഡ്രിങ്ക്സൊക്കെ കിട്ടുന്ന ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സ്നാക്സൊക്കെ കിട്ടും. അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമുക്ക് വേറൊരു സെക്ഷനിലേക്ക് പോകാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മളതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് എണീറ്റിട്ടുണ്ട്. പിന്നെ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് കാണുന്ന നല്ല ഭംഗിയിലുള്ള ഓരോ അക്വേറിയങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നല്ല രസത്തിലുള്ള ഫിഷുകളൊക്കെ കാണുന്നുണ്ട്. നമുക്കിങ്ങനെ കുറേ സമയം നോക്കി നിൽക്കാനായിട്ട് തോന്നും ഓരോ അക്വേറിയത്തിൻ്റെ അടുത്തും. ആ ഒരു രീതിയിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഈ കാണുന്നത് ഒരു ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അവിടെ നമുക്ക് കുറച്ച് നേരം ഇരിക്കാനൊക്കെ പറ്റും. പിന്നെ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരു പോണ്ട് ഉണ്ട്. ഈ പോണ്ടിലൊക്കെ ഇതുപോലെ നിറയെ കോഴിക്കാർപ്പും അതുപോലെ ഈലും അങ്ങനെ ആയിട്ടുള്ള കുറേ ഫിഷുകളൊക്കെ ഇതിലിങ്ങനെ മൂവ് ചെയ്ത് പോകുന്നുണ്ട്.
അപ്പോൾ ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് നേരം ഇരിക്കാം. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു ഫോട്ടോഗ്രാഫി ഉണ്ട്. നമുക്ക് ഫോട്ടോസൊക്കെ അവർ എടുത്ത് തരും. ഫാമിലി ഫോട്ടോ, സിംഗിൾ ഫോട്ടോ എങ്ങനെയാണെങ്കിലും അവരെടുത്ത് തരും. എന്നിട്ട് അവിടെ നിന്ന് തന്നെ അവർ ഫോട്ടോ ആക്കിയിട്ട് ഫ്രെയിം ചെയ്ത് തരുന്ന ഒരു സംവിധാനം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇതുപോലെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ വരുന്നത് വേറൊരു സ്പോട്ടിലേക്കാണ്. അതിന് രണ്ട് സൈഡിലുമായിട്ടും ഈ ഒരു രീതിയിൽ ഫിഷ് ഉണ്ട്. അതുപോലെ ഇത് ആർട്ടിഫിഷ്യലായിട്ടുള്ള റെയിൻ ഫോറസ്റ്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. നല്ല തിക്ക് മരങ്ങൾ കൊണ്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് വലിയൊരു പോണ്ടുണ്ട്. അതിൽ ആമകളൊക്കെ കാണുന്നുണ്ട്. പിന്നെ വലിയ വലിയ നെക്ടർ പോലത്തെ വലിയ ഫിഷുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വേറൊരു ലോകത്ത് പോയൊരു ഫീലാണ് ഉണ്ടാവുക. കുറേ അധികം കാണാനുണ്ട്. ഒരുപാട് സമയം നടക്കാനുമുണ്ട്. ഓരോ സ്റ്റെപ്പ് കയറിയിട്ടും ഇറങ്ങിയിട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ചധികം തന്നെ നടക്കാനുമുണ്ട്. അപ്പോൾ മുഴുവനായിട്ടും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അതിൽ കാണുന്ന കുറച്ച് എനിക്ക് പറ്റാവുന്ന തരത്തിലുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ചില ഭാഗത്തൊന്നും അധികം ലൈറ്റിൻ്റെ പ്രശ്നം കാരണം നല്ല രീതിയിലൊന്നും ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും മറൈൻ അക്വേറിയം കാണാൻ പോയിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അത് നമ്മളുടെ ചാവക്കാട് പച്ചവടി ആ ഭാഗത്താണ് ഇതുള്ളത്. അപ്പോൾ ഇതാ ഓരോ തരത്തിൽ ഓരോ തീമിൽ കണ്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട്. കുറച്ച് സമയം അങ്ങനെ നിന്ന് നമ്മൾ ഓരോന്നും നോക്കി കാണാനായിട്ടുള്ള ഇതുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഓരോ ഫിഷും വ്യത്യസ്തമാണ്. ഓരോ തരത്തിലുള്ള ഓരോ ഫിഷ് എന്തെങ്കിലും ഓരോ ഫീച്ചർ കാരണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒക്കെ ഒരുപോലെ ഉണ്ടല്ലോ എന്ന്. പക്ഷെ നന്നായിട്ട് ശ്രദ്ധിച്ചാലാണ് ഓരോന്നിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നല്ല ഭംഗിയിൽ നല്ല വലിയ ഫിഷുകളും ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതും കാണാൻ നല്ല രസമാണ് കേട്ടോ. വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിലൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. ഒരു സ്മൈലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ കാണുന്ന ഫിഷസൊക്കെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അതുപോലെ തന്നെ വൈറ്റ് ഏഞ്ചൽ ഫിഷൊക്കെയാണ് കാണുന്നത്. ഇത് തിരണ്ടിയാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു തീമായിട്ടുള്ള ഒരു തിരണ്ടിയാണ് കാണുന്നത്. അതുപോലത്തെ സ്റ്റാർ ഫിഷ്, അതിൻ്റെ തന്നെ പല വെറൈറ്റികളും ഇതിലുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരുപാട് നടക്കാനുള്ളത് കൊണ്ട് തന്നെ വേഗം വേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ഇടയിൽ ഓരോ ഫിഷസും ഓരോ അക്വേറിയങ്ങളും കാണുമ്പോൾ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാതിരിക്കാനും വയ്യ. അങ്ങനെ എടുത്തിട്ടുള്ള കുറേ വീഡിയോസാണ് കേട്ടോ. അതൊക്കെ കണ്ടോ, ആ ഒരു തീം തന്നെ കണ്ടില്ലേ, വെള്ളമൊക്കെ ഇങ്ങനെ ചാടുന്ന.
അതിനകത്തൊരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് ഒരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ജസ്റ്റ് തലയുടെ മുകളിലായിട്ട് ഇങ്ങനെ വരും ഈ ഫിഷസൊക്കെ. അപ്പോൾ കുട്ടികൾക്കൊക്കെ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനൊക്കെ ഉള്ളൊരു ഏരിയയും കൂടിയാണ് കേട്ടോ അത്. ഇപ്പോൾ ഇതാ ഒരു 2-3 മണിക്കൂറത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ പോയിട്ടുള്ളത് ഇവിടെ തന്നെ ബേഡ്സിൻ്റെ സെക്ഷൻ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ പലതരത്തിലുള്ള ബേഡ്സുകളും കാണാനായിട്ട് പറ്റി. അവിടെ നമുക്ക് ഇവർക്ക് തീറ്റ കൊടുക്കാനൊക്കെ നമ്മളെ കയ്യിലോട്ട് തരും. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ തീറ്റയൊക്കെ കൊടുത്തിട്ട് നിർത്തിയതാണ്. അതിന് ശേഷം പോയത് വേറെ ഈ ഫിഷിനെ ക്യാച്ച് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടേക്ക് ഫിഷിന് തീറ്റ കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് അവർ നമുക്ക് കുറച്ച് ഫുഡൊക്കെ തരും. അത് നമുക്ക് ഇട്ട് കൊടുത്താൽ ഈ ഫിഷസ് വന്ന് കഴിക്കുന്നതൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ ഓരോ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് ഫിഷുകൾ ഇങ്ങനെ ഓടി വരുന്നുണ്ട് കേട്ടോ. അവർക്ക് മനസ്സിലായി നമ്മളിങ്ങനെ കൊട്ടി കൊടുക്കുമ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കുന്ന ടൈമാണെന്ന് മനസ്സിലായിട്ടാണ് തോന്നുന്നു. എല്ലാവരും ഒരുമിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ഫിഷിനും നന്നായിട്ട് കാണാനൊക്കെ പറ്റി. ഇനിയിത് അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് പാർക്കിൽ കയറണം പറഞ്ഞിട്ട് നമ്മൾ അവിടെയും കൂടി കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ തന്നെ 3D കാണാനുള്ള ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അത് കാണേണ്ടവർക്ക് അതും കാണാം. പിന്നെ പാർക്കിൽ കയറാം. ഫുഡ് കഴിക്കാനുള്ള ഏരിയയും കൂടെ ഒക്കെ ഉണ്ട് അവിടെ. അപ്പം നമുക്ക് ഫുഡ് വേണമെങ്കിൽ അവിടെ നിന്ന് കഴിക്കാൻ പറ്റും. അങ്ങനെ പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളുടെ ബീച്ച് വരുന്നത്. പഞ്ചവടി ബീച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോകേണ്ടവർക്ക് അവിടെ പോവുക. അങ്ങനെയൊക്കെയുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ പിന്നെ ഇതിന് ശേഷം കുട്ടികൾക്ക് റൈഡിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ പാർക്കിലോട്ട് പോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.